ഹായ് ഓൾ, വെൽക്കം ടു ക്രിക്കറീന. IPL എലിമിനേറ്റർ മത്സരം ഇന്നാണ് നടക്കുന്നത്. കരുത്തരായ മുംബൈ ഇന്ത്യൻസിന്റെ എതിരാളികൾ ഗുജറാത്ത് ടൈറ്റൻസ് ആണ്. ഇന്ന് വൈകിട്ട് ഇന്ത്യൻ സമയം 7:30 മുല്ലൻപൂരിൽ വെച്ചുകൊണ്ടാണ് ഈ മത്സരം നടക്കുക. രണ്ട് ടീമുകളെ സംബന്ധിച്ചിടത്തോളവും ഇതൊരു ജീവൻ മരണ പോരാട്ടമാണ്. കാരണം ഇന്ന് പരാജയപ്പെടുന്നവർക്ക് IPL നിന്നും പുറത്തു പോകേണ്ടി വരും. അതുകൊണ്ട് തന്നെ തീപാറും പോരാട്ടമാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. ഏതായാലും രണ്ട് ടീമുകളുടെയും ഒരു പ്ലേയിങ് 11 അഥവാ പോസിബിൾ ലൈനപ്പ് നമുക്കൊന്ന് പരിശോധിക്കേണ്ടതുണ്ട്. പല വിദേശ താരങ്ങളും ഇല്ലാതെയാണ് രണ്ട് ടീമുകളും ഇപ്പോൾ കടന്നു വരുന്നത്. കാഗിസോ റബാദ അതുപോലെ തന്നെ ജോസ് ബട്ട്ലർ എന്നിവരെ ഗുജറാത്ത് ടൈറ്റൻസിന് നഷ്ടമായിട്ടുണ്ട്. ഏതായാലും ഗുജറാത്തിന്റെ ഒരു പ്ലേയിങ് 11 ഇങ്ങനെയായിരിക്കും. ക്യാപ്റ്റൻ ശുഭ്മാൻ ഗിൽ, അതുപോലെ തന്നെ വിക്കറ്റ് കീപ്പർ ആയിക്കൊണ്ട് കുശാൽ മെൻഡിസ് ആയിരിക്കും. കാരണം ബട്ട്ലർ അവിടെ ഇല്ല. അതുപോലെ തന്നെ ഷെർഫൈൻ റുദർഫോർഡ്, ഷാരൂഖ് ഖാന്, രാഹുൽ തവാത്തിയ, റാഷിദ് ഖാന്, ജെറാഡ് കോൾസി, അതുപോലെ തന്നെ അർഷദ് ഖാന്, അതുപോലെ തന്നെ സായ് കിഷോർ, മുഹമ്മദ് സിറാജ്, പ്രസിദ്ധ് കൃഷ്ണ, ഇമ്പാക്ട് പ്ലെയർ ആയിക്കൊണ്ട് സായി സുദർശനെ അവിടെ ഉപയോഗപ്പെടുത്താം. ഇങ്ങനെയാണ് ഇപ്പോൾ ഗുജറാത്തിന്റെ ഒരു പ്ലേയിങ് 11 വരുന്നത്. ഇനി മുംബൈ ഇന്ത്യൻസിന്റെ കാര്യത്തിലേക്ക് വരുമ്പോൾ പല പ്രധാനപ്പെട്ട താരങ്ങളെ അവർക്കും നഷ്ടമായിട്ടുണ്ട്. വിൽ ജാക്സ് ഇല്ല, റിക്കൾട്ടൺ ഇല്ല, അതുപോലെ തന്നെ കോർബിൻ ബോഷ് ഇല്ല. അതേസമയം പകരക്കാരായിക്കൊണ്ട് ജോണി ബെയർസ്റ്റോ, അതുപോലെ തന്നെ അസലങ്ക, റിച്ചാർഡ് ഗ്ലീസൺ എന്നിവരെയൊക്കെ ഇപ്പോൾ മുംബൈ ഇന്ത്യൻസ് ടീമിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഏതായാലും മുംബൈ ഇന്ത്യൻസിന്റെ ഒരു 11 എങ്ങനെയാകും? cricket.com നൽകിയ 11 ആണ് നമ്മൾ പരിശോധിക്കുന്നത്. ജോണി ബെയർസ്റ്റോ ഉണ്ടാകും, അതുപോലെ തന്നെ രോഹിത് ശർമ്മ അവിടെയുണ്ട്, സൂര്യകുമാർ യാദവ്, തിലക് വർമ്മ, ഹാർദിക് പാണ്ഡ്യ, അതുപോലെ തന്നെ ബബൻ ജോൺ ജേക്കബ്സ്, നമാൻദീർ, അശ്വനി കുമാർ, ദീപക് ചഹർ, ട്രെൻ ബോൾട്ട്, ജസ്പ്രീത് ബുംറ. ഇമ്പാക്ട് പ്ലെയർ ആയിക്കൊണ്ട് കരൺ ശർമ്മയെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ഇങ്ങനെയാണ് ഇപ്പോൾ ഈ ഒരു പ്ലേയിങ് 11 അഥവാ പോസിബിൾ ലൈനപ്പ് ആയിക്കൊണ്ട് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ഏതായാലും ഈ മത്സരം വിജയിക്കുന്നവരെ കാത്തിരിക്കുന്നത് ക്വാളിഫയർ 1 പഞ്ചാബ് കിങ്സിനെയാണ്. അവരെ കൂടി പരാജയപ്പെടുത്തിയാൽ മാത്രമായിരിക്കും ഇവർക്ക് ഫൈനൽ പ്രവേശനം സാധ്യമാക്കാൻ കഴിയുക. ഫൈനലിൽ RCB ആണ് അവിടെ എതിരാളികളായിക്കൊണ്ട് ഉള്ളത്. ഈ വീഡിയോയുടെ അവസാനിപ്പിക്കുന്നു. അടുത്തൊരു വീഡിയോ കാണാം.